ലഹരി നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ലഹരി നമുക്ക് ആവശ്യമാണ്. കൺഫ്യൂഷനായോ? ഒരു കൺഫ്യൂഷനും വേണ്ട. ലഹരി നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഈ ലഹരി വേണ്ട. ഏത് ലഹരി? മയക്കുമരുന്ന്, കഞ്ചാവ്, ആശിഷ്, ചരസ്, MDMA, സിഗരറ്റ്, മദ്യം, കള്ള്, ഈ ലഹരി ഒന്നും നമുക്ക് വേണ്ട. കാരണം എന്താണ്? ഇതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഹരിയിലേക്ക് പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല. എന്തായാലും പോകുമ്പോ വല്ലാത്ത സുഖമാണ്, പോകാൻ ഭയങ്കര സുഖമാണ്. നമ്മളത് ലയിച്ച് ഇഷ്ടപ്പെട്ടു അച്ഛനെയും അമ്മയെക്കാതെ അവരുടെ ലഹരിയുടെ പിന്നാലെ നമ്മൾ ഓടും. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് അത് ലഹരി എവിടെ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്? തുടക്കം എവിടെ? ഇപ്പോഴാണ് അതിന്റെ സമയം. അല്ലാണ്ട് കുറെ വയസ്സായിട്ട് അല്ലെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ചിരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇപ്പൊ ഞാൻ സാധാരണ എന്ന് ചോദിക്കുമ്പോ കുറച്ചു പേർക്ക് ആഗ്രഹങ്ങളുണ്ട്. എന്താവണമെന്ന്, എങ്ങനെ ആവണമെന്ന് ഒരു തീരുമാനം. എന്താ കാരണം? നിങ്ങൾക്കൊരു ഭാവിയിൽ ഇന്നത് ആഗ്രഹമൊന്നും ആഗ്രഹമൊന്നും ഇല്ലേ? ഉണ്ടോ? അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഒരു പ്രായമാണ് ഈ 7ാം ക്ലാസ്. നല്ലൊരു പ്രായമാണ്, കറക്റ്റ് തുടങ്ങി വെക്കേണ്ട പ്രായം. ഇപ്പൊ നമ്മൾ തീരുമാനിക്കാം എന്താ ആഗ്രഹം. അതിന് വേണ്ടത് ബ്രേക്കാണ്. ഒരു വേണ്ടത് അറിഞ്ഞില്ല, ബ്രേക്കാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ ഏറ്റവും സ്പീഡിൽ ഓടിക്കണമെങ്കിൽ അതിന്റെ ബ്രേക്ക് ഏറ്റവും കണ്ടീഷനിലായിരിക്കും. നമ്മളൊരു വണ്ടിയിൽ കയറുമ്പോ ഒരാൾ പറയണത് സാറിന് ഇതിന്റെ ബ്രേക്ക് അത്ര കണ്ടീഷൻഡ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടി സ്പീഡിൽ ഓടിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ബ്രേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പീഡ് കൂടുമ്പോ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടും. വണ്ടിയുടെ സ്പീഡ് കൂടിയാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടും. മനസ്സിലല്ലോ? ആ സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുടെ അപകടത്തിൽ നിന്ന് മുക്തി ആക്കാനായിട്ട് സാധിക്കുന്നതാണ് ബ്രേക്ക്. നല്ല ബ്രേക്കാണെങ്കിൽ ചവിട്ടിയാൽ അവിടെ നിൽക്കും. അപ്പൊ ബ്രേക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ബ്രേക്ക് എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. ആ ബ്രേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇഷ്ടപ്പെടില്ല. അത് നിങ്ങളുടെ അധ്യാപകര്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മയൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്. ഒരു കാര്യം ചെയ്യുമ്പോ ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്ന ബ്രേക്ക് ആരാ? അമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ചേട്ടൻ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ അമ്മാവൻ. ഇവിടെ സ്കൂളിലേക്ക് വന്നാൽ അധ്യാപകര്. സത്യത്തിൽ ഈ ബ്രേക്കിന് നമുക്ക് ഇഷ്ടമാണോ? അപ്പോ നമ്മള് ഈ മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും ഒക്കെ ബ്രേക്കാണ്. എന്റെ ഈ വണ്ടിയുടെ സ്പീഡ് കൂടുമ്പോഴാണ് അവർ നിയന്ത്രിക്കുന്നത്. എന്റെ ഈ പോക്ക് ശരിയല്ല, എന്റെ വണ്ടി തിരിക്കണം, ഈ റൂട്ടല്ല, റൈറ്റിലേക്ക് പോകണ്ടേ. അപ്പൊ സ്പീഡിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ചെയ്ത് സ്പീഡ് കുറച്ച് തിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ നമ്മളെ ഉപദേശിക്കുന്നത്. വഴക്ക് പറയാറുണ്ടോ നിങ്ങളാരെങ്കിലും? ആരെങ്കിലും? അച്ഛനും അമ്മയും അധ്യാപകരാണ് വഴക്ക് പറയണത്. എന്താ അയൽപക്കത്തോട് വഴക്ക് പറയാത്ത? നിങ്ങളുടെ അടുത്തുള്ളവരെന്താ നിങ്ങൾ വഴക്ക് പറയാത്ത? റോട്ടിൽ പോണ ആളുകളെന്താ നിങ്ങൾ വഴക്ക് പറയാത്ത? കാരണം അവർക്കൊക്കെ നിങ്ങൾ നന്നായാലും ഒന്നുമില്ല, നശിച്ചു പോയാലും ഒന്നും. മനസ്സാണ് എല്ലാം തീരുമാനിക്കുന്നത്. അത് ഓക്കെയാണോ? മനസ്സെന്ന് വെച്ചാൽ എന്താ? എവിടെയാണ് മനസ്സ്? എവിടെ നിങ്ങളുടെ മനസ്സ്? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ മനസ്സ് എവിടെയാ? ഇവിടെയാ? പുറത്താണോ? ഇവിടെ. നമ്മുടെ മനസ്സ് എവിടെയാന്ന് ചോദിച്ചാൽ അത് എവിടെയാണെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നും. അത് ഹൃദയവുമായിട്ട് മാത്രമല്ല
വൈദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ തലച്ചോറുമായി ബന്ധമാണെന്ന് ഒക്കെ പറയുമെങ്കിലും വൈദ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുക്ക നിറഞ്ഞു നിൽക്കുന്നതാണ്. മനസ്സിലായോ? അത് ഇപ്പോഴത്തെ പുതിയ സയൻസ് ഒക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയൊക്കെ വിട്ടു നിൽക്കുന്ന വൈദ്യം എന്ന് വെച്ചാൽ അതിന് കടവാര തലങ്ങളുണ്ട്, 16 തലങ്ങളുണ്ട്. നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ അതിന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വലിയ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ വിട്ടിട്ട് നമുക്ക് നിസ്സാരമായിട്ട് അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ട് 2 തരം മനസ്സാണ് നമുക്കുള്ളത്. ഒന്ന് ബോധ മനസ്സും ഒന്ന് ഉപബോധ മനസ്സും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം. കഞ്ചാവ് കൈവശം വച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. 15 കൊല്ലം ജയിലിൽ കിടക്കണം. കുഴപ്പമില്ലല്ലേ? അതൊരു കുഴപ്പമില്ല. അപ്പൊ കഞ്ചാവ് പോലെയുള്ള കഞ്ചാവ് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ വലിയ ക്ലാസ്സുകളിലാണ് പറയാറ്. കഞ്ചാവ്, ചരസ്, ബ്രൗൺ ഷുഗർ, MDMA, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. അതായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടാകാതിരിക്കുന്നതല്ല. പക്ഷെ അത് കയ്യിൽ പെട്ടാൽ എന്താ പ്രശ്നം? 10 കൊല്ലം 15 കൊല്ലമൊക്കെ ജയിലിൽ കിടക്കണം. 20-25 ലക്ഷം ഫൈൻ അടയ്ക്കണം. ഇത് പറയാൻ കാരണം നിങ്ങൾ നാളെ കഞ്ചാവുമായിട്ട് പോകുന്നു, MDMA ആയിട്ട് പോകുന്നതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായാലും ആരെങ്കിലും ഈ പൊതി ഒന്ന് പിടിക്കുകയോ എന്ന് ചോദിച്ചൊരു പൊതി വരുമ്പോ വേണം. മനസ്സിലായോ? നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ അവർക്ക് രക്ഷപ്പെടാൻ ഒത്തിരി കഥകളുണ്ട്. ദുബായിലേക്കുള്ള എയർപോർട്ടുകളിൽ പിടിച്ചിട്ടുള്ള പലർക്കും ഇതെന്താണെന്ന് പോലും അറിയാനുള്ള അച്ചാറെന്നൊക്കെ പറഞ്ഞ് മേടിക്കും. പിന്നെ ഈ പ്രസവ കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, അതായത് പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലേഹ്യം. ഈ ലേഹ്യമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മള് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ആരാണെന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്